അതന്നെ 3-ാം സ്ഥാനത്ത് പോയി. പിന്നെ ഭൂരിപക്ഷത്തിന്റെ പറയണ്ട. നമ്മൾ അടിമുടിയൊന്നും മാറിയില്ലെങ്കിലും കുറച്ച് വർത്താനമൊക്കെ പാർട്ടിക്കുള്ളിൽ ഇവിടെ ഇരുന്ന് 3-ആയപ്പോഴത്തേനും ഒന്നും ഞെട്ടിയിട്ടല്ല. ഇങ്ങനെ നമുക്ക് എൻ്റെ നാണക്കരും പത്തിയൂരിങ്ങനെ പോയതെങ്ങനെ. മാരാരിക്കുള്ളതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കേൾക്കുന്നൊരു പേര് പത്തിയൂരാണ്. നമ്മൾ 3 മാസം എടുത്തുള്ളൂ. നമ്മള് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ തിരിച്ചു പിടിച്ചില്ലേ കാര്യങ്ങളൊഴികെ. അടിത്തറയുണ്ടെന്ന് അതൊന്നും ഒലിച്ചു പോയിട്ടില്ല. തിരുത്തേണ്ടതുണ്ട്, തിരുത്തണം. അപ്പൊ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ ഗൗരവമായിട്ട് ചർച്ച ചെയ്യണം. സാധാരണ ഞങ്ങൾ തീരുമാനിച്ച് എന്താണ് പറ്റിയെന്ന് ഒരു കുറിമാനം ഉണ്ടാക്കി താഴേക്ക് കൊടുക്കണം പതിവ്. ഇത്തവണ അത് മാറ്റി. നിങ്ങളുടെയൊക്കെ കമ്മിറ്റികളിൽ പറയുന്നത് കേട്ടിട്ട് മതി തീരുമാനം. കേട്ടതിന് ശേഷം ചെയ്തെല്ലാം ശരിയാണെന്നല്ല, എത്രയോ പോരായ്മകൾ അതൊക്കെ എണ്ണി കൃത്യമായിട്ട് പറഞ്ഞു. ചിലർക്ക് തോന്നിയിട്ടുണ്ട് ഇത്രയും പറഞ്ഞാൽ പോരാ, കുറച്ചും കൂടി നെഞ്ചത്തടിച്ച് പറയണം എന്ന് പറയുന്ന കക്ഷികളുണ്ട് കേട്ടോ. അതൊക്കെ അഭിപ്രായങ്ങളുണ്ട്. പക്ഷെ നമ്മൾ സമ്മതിച്ചു. താഴത്ത് നിന്ന് വന്ന ചർച്ചയിൽ കണ്ട കാര്യങ്ങൾ ഒത്തിരി ചില സ്ഥാനാർത്ഥികൾ നിന്നെത്തിയത് ശരിയായിരുന്നു. ശരിയാണ്, അങ്ങനെ വീഴ്ച പറ്റിയിട്ടുണ്ട്. ചില നമ്മുടെ നടപടി ശബരിമലയിൽ എടുക്കുത്തായിരുന്നത് നമ്മളെ തെറ്റിദ്ധാരണ ഉണ്ടാക്കി. ശരി, അതിൽ തെറ്റുണ്ടായിട്ടുണ്ട്. നമ്മൾ അയ്യപ്പ സംഗമം നടത്തിയപ്പോൾ അത് ഇങ്ങനെ വ്യാഖ്യാനം വന്നു. ശരി, അതുണ്ട്. നമ്മൾ വെള്ളാപ്പള്ളിക്കോ അങ്ങനെ സമുദായ നേതാവിന് എതിരല്ല. പക്ഷെ മതവിദ്വേഷം ഉണ്ടാക്കുന്ന രീതിയിൽ വർത്താനം പറഞ്ഞാൽ ഒരു മടിയില്ലാതെ പറയണമായിരുന്നു. അത് തെറ്റ്, ബാക്കി ശരി. ഇത് തെറ്റ്, അത് പറയാൻ ശരിയായില്ല. പറഞ്ഞു, വേണ്ട വിധത്തിൽ പറഞ്ഞില്ല. ഇതൊക്കെ എന്നെ സമ്മതിക്കുകയാണ്. ഇനി എന്താ? ഇനിയാണ് ഇതിന്റെ അടിസ്ഥാനത്തിൽ എന്ത് മാറ്റമാണ് ഇനി വരേണ്ടത്? ഒന്ന്, ഈ പ്രവർത്തിച്ച പാർട്ടി മെമ്പർമാർ ആരാണെന്ന് അറിയാലോ. എല്ലാവർക്കും അറിയാം, നാട്ടിലെല്ലാവർക്കും അറിയാമെന്ന്. ആര് പ്രവർത്തിച്ചു ആര് പ്രവർത്തിച്ചില്ലെന്ന് നമുക്കൊരു ലിസ്റ്റ് ഉണ്ടാക്കേണ്ടി വരും. ആരെയും പുറത്താക്കാനൊന്നും അല്ല കേട്ടാ. ഇപ്പൊ കുറച്ച് കഴിയുമ്പോൾ മറന്നുപോകും. ഇപ്പോഴത്തെ റിപ്പോർട്ടിങ്ങിന് വരാത്തവരാര്? നിങ്ങൾ ഏരിയ കമ്മിറ്റിക്കാർ വന്നു, LC 60 വന്നുള്ളൂ. ബ്രാഞ്ച് സെക്രട്ടറി വരാനൊക്കെ കുറവാണ്. വരാത്തവരാരാ? ലിസ്റ്റ് ഉണ്ടാക്കി വെക്കാം. എന്നിട്ടോ പണി നടന്നല്ലോ. ഈ BJPയുടെ ചതിയില്ലായിരുന്നെങ്കിൽ നമ്മളൊന്ന് ഒത്തുപിടിച്ചിരുന്നെങ്കിൽ ജയിക്കായിരുന്നു. BJPയുടെ ചതി എന്നൊന്നും പറയണ്ടാവും, വളരെ രാഷ്ട്രീയതാണ്. അപ്പൊ പ്രവർത്തിച്ചിട്ടുണ്ട് ഒത്തിരി പേര്. അത് പാർട്ടി മെമ്പർമാരാവണമെന്നില്ല, അല്ലാതെ ഉള്ള പാവങ്ങൾ കുറച്ചധികം പ്രവർത്തിച്ചിട്ടുണ്ട്. അവരാരാണെന്ന് ഓരോ ബൂത്തിലുള്ളത് കാണണമെന്ന് അവര് വേണം. പാർട്ടി പ്രവർത്തിക്കാത്തവർ പോണം. ഇപ്പോൾ ലിസ്റ്റ് ഉണ്ടാക്കുക, തിരുത്തേണ്ടി വരും. ഈ പാർട്ടി മെമ്പറാവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹം ആവശ്യപ്പെടുന്നൊരു ഉത്തരവാദിത്വമുണ്ട്, അതുണ്ടാവും. ഇതടക്കമുള്ള കാര്യങ്ങൾ എന്തെന്ത് ചെയ്യണം എന്നുള്ളത് വരാൻ പോണ പാർട്ടി സെൻട്രൽ കമ്മിറ്റിയിൽ നിർദ്ദേശങ്ങളുണ്ടാവും. കഴിഞ്ഞ സ്റ്റേറ്റ് കമ്മിറ്റി ഉണ്ടാവും. ഞങ്ങൾ സ്റ്റേറ്റ് കമ്മിറ്റിക്കാർ മാത്രമല്ല, അതിന് പുറത്ത് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളും എല്ലാവരെയും വിളിച്ചിരുത്തി 2-3 ദിവസം ചർച്ച ചെയ്ത് നമ്മൾ ഇറങ്ങാൻ പോയത്. ആർക്കല്ലേ പോയി എന്നൊന്നും കരുതണ്ട കേട്ടോ. ഈ UDFന് 6 മാസത്തെ ആയുസുള്ള വീണു പോകുന്നല്ല. അതിനോടുകൂടി ഈ ചിരി, മുഖ്യമന്ത്രിയുടെ ചിരിച്ചു നിൽക്കുന്ന ചിരിയുണ്ട്. ഞാനിപ്പോ പൂക്കി ചിരിയൊന്നും പറയുന്നില്ല. ആ ചിരി കൊണ്ടൊന്നും രക്ഷിക്കാൻ പറ്റാത്ത പതനത്തിലേക്ക് UDF